കാസർകോട്ടെ ഡിവൈഎഫ്ഐ ഫണ്ട് വെട്ടിപ്പ് പരാതിയിൽ നേതാക്കൾക്കെതിരെ സിപിഎമ്മിന്റെ നടപടി. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടടക്കം 3 പേർക്ക് ശാസന. ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യുവിനെയും ട്രഷറർ സബീഷിനെയും താക്കീത് ചെയ്തു. എം വി ജയരാജൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് നടപടി. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, എന്താണ് നടപടിക്ക് കാരണമായ പരാതി? ആർക്കൊക്കെതിരെയാണ് ഇപ്പോൾ താക്കീതും അതുപോലെ തന്നെ നടപടിയും വന്നിട്ടുള്ളത്? ടി.ജെ. സജിത്ത് സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്കും തന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കും മാറ്റി എന്നതാണ് പരാതി ഉണ്ടായിരുന്നത്. അതോടൊപ്പം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ട്രഷററുടെ വ്യാജ ഒപ്പിട്ട് പണം പിൻവലിച്ചെന്നും പരാതിയുണ്ടായിരുന്നു. ഒരു ദിവസം മാത്രം ഡിവൈഎഫ്ഐ 3000 രൂപയുടെ പെട്രോൾ അടിച്ചു എന്നും പരാതിയുണ്ടായിരുന്നു. ഈ പരാതി ശരിയാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ ശാസന ഉൾപ്പെടെയുള്ള നടപടി വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, മുൻ ജില്ലാ സെക്രട്ടറി ടി.ജെ. സജിത്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് പി.കെ. നിശാന്ത് എന്നിവർക്കാണ് ശാസന. അതോടൊപ്പം ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യുവിനെയും ട്രഷറർ സബീഷിനെയും താക്കീത് ചെയ്യാനും ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളെ പുറത്താക്കിയിട്ടുണ്ട്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം ഒരു കർശനമായ നടപടി യുവ നേതാക്കൾക്കെതിരെ എടുത്തത്. ഈ എടുത്ത നടപടിയെ കുറിച്ച് മുഴുവൻ ഘടകങ്ങളിലും പാർട്ടി ഘടകങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ അംഗങ്ങളിലേക്കും ഘടകങ്ങളിലേക്കും അത് റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഇന്ന് പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം ഒരു ഗുരുതരമായ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. സാമ്പത്തികമായ തിരിമറി നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന ടി.ജെ. സജിത്ത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം ലക്ഷക്കണക്കിന് രൂപ തന്റെയും സുഹൃത്തിന്റെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ആ പരാതിക്കാരനായ കെ. സബീഷിനെതിരെ നേരത്തെ നടപടി പാർട്ടി എടുത്തിരുന്നു. ഇത് ജാഗ്രത കുറവാണ് എന്ന് കണ്ടെത്തി പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് ഈ ഗുരുതരമായ ക്രമക്കേടുകൾ ശരിയാണ് എന്നും നേതാക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചത്. പരസ്യമായി ശാസിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ ശാസിച്ചു എന്ന വിവരം കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ കർശനമായൊരു നടപടി ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലയിലുള്ള യുവ നേതാക്കൾക്കെതിരെ എടുത്തത്.